ഗൈസ്, നമുക്ക് 100 വയസ്സുള്ള അമ്മച്ചിയെ കാണാൻ പോയാലോ? നമ്മുടെ അമ്മ വീടിന്റെ അടുത്തായിട്ടാണ് ഈ അമ്മച്ചിയുടെ വീട്. നമ്മുടെ അപ്പച്ചന്റെ കൂട്ടുകാരന്റെ അമ്മയാണ് ഈ 100 വയസ്സുള്ള അമ്മച്ചി. നമ്മൾ ആരെ കാണാൻ പോവാ? അഞ്ചാനിക്കലെ അമ്മച്ചിയെ കാണാൻ പോവാ. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? 100 വയസ്സ്. അങ്ങനെ നമ്മൾ ഇച്ചായനെയും കൂട്ടി ഇറങ്ങി. 100 വയസ്സുള്ളവരെ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇച്ചായനും അതെ. കണ്ടില്ലേ ഡാൻസ് ഒക്കെ കളിക്കുന്ന. അമ്മച്ചിയുടെ വീട്ടിലോട്ട് കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീടെത്തി നമ്മളെല്ലാം ഇറങ്ങി. പുള്ളിക്കാരത്തി ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ദിസ് ഈസ് അഞ്ചാനിക്കൽ അന്നമ്മ, 100 years old and still going on. സെറ്ററൊക്കെ ഇട്ടേക്കുന്നത് കണ്ടാ 100 വയസ്സാന്ന് പറയത്തേ ഇല്ല. എന്നെ ചുറുചുറുക്കോടെ വർത്താനം പറയുന്നറിയോ? കൂടിപ്പോയ ഒരു 70 വയസ്സ്, അതിൽ കൂടുതൽ പറയത്തില്ല. പങ്ങടയിലെ ഹെൽത്തി കുട്ടിയാ. പുള്ളിക്കാരിക്ക് 10 മക്കളുണ്ട്, കൊച്ചുമക്കളും ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഇടയ്ക്ക് സെഞ്ചുറിയുടെ ആഘോഷം ഉണ്ടായിരുന്നു. പിള്ളേരെല്ലാം പുള്ളിക്കാരിയെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അന്നമ്മച്ചാർത്തിയുടെ വർത്താനം കേട്ട് ഇച്ചായൻ ഇരിക്കുന്നുണ്ടോ? ആരോഗ്യ രഹസ്യം എന്താന്ന് ചോദിച്ചപ്പോ തമ്പുരാന് മാത്രം അറിയത്തുള്ളൂ എന്റെ കൊച്ച എന്നാ പറഞ്ഞത്. കുറെ നേരം കഴിഞ്ഞപ്പോ ഇച്ചായൻ ഫ്രണ്ടിനെ കാത്തിരിക്കുമായിരുന്നു. ഫ്രണ്ട് ഓൺ ദ വേ. പിന്നെ ആ വീട്ടിൽ കുറെ നല്ല ഗാർഡനും കുളവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം പോയി എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് പ്രായമായവരെ ഭയങ്കര ഇഷ്ടമാണ്. അവർ നമ്മളോട് കുറെ വർത്താനം പറയും. അവരുടെ അനുഭവങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ. സംടൈംസ് ദേ ഗീവ്സ് us good lessons. ആ വീടും അടിപൊളിയായിരുന്നു. തൊട്ടടുത്തായിട്ട് അവർക്ക് പറമ്പുണ്ട്. അവിടെ മൊത്തം കാട്ടാരിവേപ്പ. ആ പറമ്പിൽ നമ്മൾ മെറ്റലിന്റെ അടിയിൽ ഷീറ്റ് എടുത്തില്ലേ പുല്ല് കയറാതിരിക്കാൻ, ആ ഷീറ്റ് ഇട്ടേക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പള്ള കയറാതിരിക്കാനായിരിക്കും, എന്നാലും അത്രയും വേണമായിരുന്നു. പിന്നെ അവിടെ 2 തൂണ് അടുപ്പിച്ച് നിന്നപ്പോ അതിന്റെ ഇടയ്ക്കൂടെ എനിക്ക് പോകാൻ പറ്റുമോ ഞാൻ ചെക്ക് ചെയ്തു. അതിലൂടെ ഞാൻ സുഖമായിട്ട് ഇറങ്ങി. എനിക്ക് സന്തോഷമായി. ഇതൊക്കെ രസമല്ലേ? അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഇച്ചായന്റെ കൂട്ടുകാരനെത്തി. വൺ ആൻഡ് ഓൺലി അഞ്ചാനി പാപ്പച്ചി. നമ്മൾ പാപ്പച്ചി അങ്കിൾ എന്ന് വിളിക്കും. പാപ്പച്ചി അങ്കിൾ നല്ല ഫ്രണ്ട്ലി ആണ്. നമ്മുടെ വ്ളോഗൊക്കെ കാണുന്ന ഇച്ചായന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ജോസ് അങ്കിൾ എന്ന് പറഞ്ഞൊരു അങ്കിളും കൂടെ വന്നു. പുള്ളിയുടെ ടീഷർട്ടിന്റെ ഡിസൈൻ കണ്ടിട്ട് അമ്മച്ചി ചോദിക്കുക, ഇത് മണ്ടയിലോട്ട് എന്നാടാ ഡിസൈൻ ഇല്ലാത്ത, മാഞ്ഞു പോയതാണോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരത്തി ഒരു കില്ലാടി തന്നെ. പുള്ളിക്കാരത്തിക്ക് ഒരു ഓർമ്മക്കുറവോ ഒന്നുമില്ല. ഷീ നോസ് എവറിത്തിങ്. കുറച്ച് കഴിഞ്ഞപ്പോ പാപ്പച്ചി അങ്കിളും പോയി. ചോദിച്ചിട്ടേ എടുക്കാവുള്ളൂ. എടുത്ത് കൈ പിടിച്ചാ ചോദിച്ചു. അങ്ങനെ എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഞാൻ ചമ്മി ഇല്ലാണ്ടായി. അതുവഴി ഞാനൊരു പാഠം പഠിച്ചു. ആരോടും ചോദിക്കാതെ വീഡിയോ എടുക്കരുത്. ബിക്കോസ് പ്രൈവസി മാറ്റേഴ്സ്. അവസാനം പുള്ളിക്കാരെ സമ്മതിച്ചു കേട്ടോ, അതുകൊണ്ട് എടുത്തു. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല ചക്കര ഉമ്മയും കിട്ടി. വേറെന്ത് വേണം? അടുത്ത പ്രാവശ്യം വരാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി. നെക്സ്റ്റ് വി ആർ ഹെഡിങ് ടു ഇച്ചായന്റെ അനദർ കൂട്ടുകാരൻ, വിച്ച് ഈസ് വർക്കി അങ്കിൾ. വീടിന്റെ വാതൊക്കെ തന്നെ പുള്ളിക്കാരൻ പ്രസന്റ് ആയിരുന്നു. ഇച്ചായനെ കണ്ടപ്പോ സന്തോഷത്തോടെ എഴുന്നേക്കുന്ന കണ്ട്. ഇങ്ങനെ വേണം കൂട്ടുകാരായ. പ്രായമായാലും ഇടയ്ക്ക് കാണാനൊക്കെ പോണം. ഇത്രയും വർഷമായിട്ട് ഈ ബോണ്ട് നിലനിർത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് അല്ലേ? വർക്കി അങ്കിൾ സ്പൈക്ക് ഒക്കെ ചെയ്ത് കുട്ടപ്പനായിട്ടിരിക്കുകയായിരുന്നു. ആ ചിരി കണ്ടില്ലേ? എന്നെ നിഷ്കളങ്കമായ ചിരി. അതൊക്കെ നല്ല അപ്പുപന്താടി പോലെ ഇരിക്കുന്ന സിൽക്ക് തലമുടിയായിരുന്നു വർക്കി അങ്കിളിന്റെ. അവിടെ നിന്നപ്പോ മഞ്ഞ നിറം മുഖത്തേക്കടിച്ചു. ബാക്കി പറയണ്ടല്ലോ, പൂരിപ്പിച്ചോ. ഇത് അമ്മയുടെ വടിയല്ല കേട്ടോ, വർക്കി അങ്കിളിന്റെ വടിയാ. കണ്ട അമ്മ കൊണ്ടുന്ന വടി പോലെയാ. അങ്ങനെ അവർ പരസ്പരം കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഡെയിലി ഹോബീസ്, ഹാബിറ്റ്സ് ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ ടാറ്റ കൊടുത്ത് നമ്മൾ ഇറങ്ങി. സോ ലവ് യുവർ ഓൾഡ് വൺസ്. അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയാം നമ്മൾ ചെല്ലുമ്പോ.